ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡിലെ പൊളിറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഓൾഡ് എക്സസൈസ് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാനായിട്ട് നിങ്ങൾക്ക് കുഞ്ഞീസ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് കാണുകയും ചെയ്യാം. കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടവർ ആ ചാനലിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഈ ചാനലിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്ലാസ് വേണ്ടിയവർ കുഞ്ഞീസ് ക്ലാസ്സിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ എക്സാം ടോപ്പർ ആവാനായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മുടങ്ങാതെ കാണുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡെമോക്രസി വൈ ഈസ് എ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഒരു ഡെമോക്രസിയിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ആൻസർ, ഇൻ എ ഡെമോക്രസി എ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഇക്വാലിറ്റി. അപ്പം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്. ഓക്കെ, ആ ഒരു ഐഡിയ തരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. It states that every adult in a country, irrespective of their wealth and the communities she or he belongs to, has one vote. ഓക്കെ, ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു ആൾക്ക് അദ്ദേഹത്തിൻ്റെ വെൽത്തോ അദ്ദേഹം ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത് എന്നൊന്നും നോക്കാതെ തന്നെ ഒരു വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയോ വെൽത്തോ റിലീജിയനോ കാസ്റ്റോ ഒന്നും ബാധകമല്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ടു വോട്ടാണുള്ളത്, അല്ലേ? ഒരു വോട്ട് ചെയ്യാൻ പറ്റും എല്ലാ അഡൽട്ട്സിനും. ഓക്കെ, അപ്പോൾ അതാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കാണുന്നത്. അതുകൊണ്ടാണ് അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വളരെ അത്യാവശ്യവുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, reread the box on Article 15 and state 2 ways in which the article address inequality. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്ന ഇനീക്വാലിറ്റീനെ അഡ്രസ്സ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Article 15 addresses inequality in terms of discrimination based on religion, race, caste, gender, place of birth, etc. അപ്പോൾ ആർട്ടിക്കിൾ 15 ഇനീക്വാലിറ്റീനെ അത് ഡിസ്ക്രിമിനേഷൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അല്ലേ? എന്തിനോടുള്ള ഡിസ്ക്രിമിനേഷൻ? ഒരാളുടെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഡിസ്ക്രിമിനേഷനെയാണ് ആർട്ടിക്കിൾ 15 ഇനീക്വാലിറ്റിയുടെ പേരിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഓൾസോ അഡ്രസ്സസ് ദ ഫാക്ട് ദാറ്റ് ദ യൂസ് ഓഫ് പബ്ലിക് പ്ലേസസ് സച്ച് ആസ് വെൽസ്, ടാങ്ക്സ്, ബാത്തിങ് ഗട്ട്സ്, roads under full or partial government funding are not subject to discrimination based on the criteria mentioned above. അതുപോലെ തന്നെ ഇവർ പറയുന്നത് പബ്ലിക് പ്ലേസസ് ആയിട്ടുള്ള വെൽസ്, ടാങ്ക്സ്, ബാത്തിങ് ഗട്ട്സ്, റോഡ്സ് ഇതൊക്കെ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പബ്ലിക് പ്ലേസസ് ഒക്കെയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് ആ സ്ഥലങ്ങളൊക്കെ പോകാവുന്നതാണ്, ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവർക്കും ഈക്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇനീക്വാലിറ്റീനെ ആർട്ടിക്കിൾ 15 അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത്. സെക്കൻഡ് വൺ, പബ്ലിക് പ്ലേസസിലൂടെ എല്ലാവർക്കും ഈക്വലായിട്ട് ആക്സസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കാരണങ്ങൾ. Question number 3. In what ways was Om Prakash Valmiki's experience similar to that of Ansaris? അപ്പം നമ്മൾ ചാപ്റ്ററിൽ രണ്ട് സ്റ്റോറി പഠിച്ചിരുന്നു, ഓം പ്രകാശ് വാൽമീകിയുടെയും അൻസാരീസിൻ്റെയും. ഓക്കെ, അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഈ സ്റ്റോറീസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Om Prakash Valmiki was discriminated against on the account of his caste, while the Ansaris were discriminated against on the account of their religion. The core similarity is that they both were discriminated against because of their birth, which is prohibited under Article 15. അപ്പം നമ്മൾ സ്റ്റോറിയിൽ വായിച്ച പോലെ ഓം പ്രകാശ് വാൽമീകിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് കാരണവും അൻസാരീസിന് അവർക്ക് താമസിക്കാനൊരു ഫ്ലാറ്റ് അല്ല അപ്പാർട്ട്മെൻറ്റ് കിട്ടാണ്ടിരുന്നത് അവരുടെ റിലീജിയൻ നോടുള്ള ഡിസ്ക്രിമിനേഷൻ കാരണവുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ
ബേർത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആർട്ടിക്കിൾ 15 പ്രൊഹിബിറ്റ് ചെയ്തൊരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ആർട്ടിക്കിൾ 15 പ്രകാരം ഡിസ്ക്രിമിനേഷനെ ആണെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം രണ്ടുപേരെ അവരുടെ ബേർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ തമ്മിലുള്ള സിമിലാരിറ്റി. Om Prakash Vatmiki was not allowed to sit with his fellow classmates on account of his birth as a Dalit and was made to sweep the school and its environs, thus hurting his dignity. ഓം പ്രകാശ് വാത്മീകിനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്നില്ലായിരുന്നു. അദ്ദേഹത്തിനോട് സ്കൂള് പരിസരമൊക്കെ വൃത്തിയാക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി ഹേർട്ടായി. ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹത്തിനെ ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങേരെ ഒരു ദലിതായി ജനിച്ചതുകൊണ്ട് അങ്ങേരെ ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചത് അല്ലേ. The Ansaris were denied a flat to rent as their religion differed to those of others, who were in majority among the occupants of the apartment complex. അതുപോലെ തന്നെ അൻസാരീസിനെ അവരുടെ റിലീജിയൻ്റെ ബേസിസിൽ, ആ റിലീജിയനിൽ അവർ ജനിച്ചുകൊണ്ടാണ് അവർക്ക് ഫ്ലാറ്റ് കിട്ടാഞ്ഞത് അല്ലേ. അപ്പം റിലീജിയൻ്റെ ബേസിസിൽ അവിടെ ഡിസ്ക്രിമിനേഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടുപേരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ബേർത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണെങ്കിൽ ആർട്ടിക്കിൾ 15 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തതുമാണ് ഈ ഡിസ്ക്രിമിനേഷൻ. Fourth question, what do you understand by the term all persons are equal before the law? Why do you think it is important in a democracy? ഓക്കെ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, all persons are equal before the law. ഓക്കെ, ആ ടേം കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഈ ഈക്വാലിറ്റിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഡെമോക്രസിയിൽ ഉള്ളത്? ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. The term all persons are equal before the law states that all citizens, irrespective of their social or economic background, have to obey the same laws. No person shall be discriminated in the eyes of the laws on the grounds of race, religion, caste or gender. അപ്പം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ സിറ്റിസൻസും, ഒരു രാജ്യത്തിലുള്ള എല്ലാ സിറ്റിസൻസും അവരേത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, എന്ത് കാസ്റ്റ്, എന്ത് റിലീജിയൻ, അല്ലെങ്കിൽ അവരുടെ സമ്പത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഒരേ ലോ വേണം അവരെല്ലാവരും ഒബേ ചെയ്യാൻ. ഇപ്പം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച പോലെ പ്രസിഡൻറ്റ് മുതൽ ഒരു ഡൊമസ്റ്റിക് വർക്കർ വരെ ഒരേ ലോ തന്നെയാണ് പാലിക്കേണ്ടത്. അതുപോലെ തന്നെ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ റേസിൻ്റെയോ റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് the very essence of democracy is the idea of equality as it gives equal and, if not important, recognition to all. It would never have existed in the first place if there were inequalities on the basis of race, religion and gender, etc. അപ്പം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇക്വാലിറ്റി തന്നെയാണ്. എല്ലാവരും ഈക്വലാണ്. റിലീജിയൻ, ജെൻഡർ, റേസ്, കാസ്റ്റ്, വെൽത്ത് ഇതിൻ്റെ ഒന്നും ആധാരമാക്കിയിട്ടല്ല, എല്ലാവരും ഈക്വലാണ്. അപ്പം ബേസിക് ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ഈ ഇക്വാലിറ്റിയാണ്. Fifth question, the Government of India passed the Disabilities Act in 1995. This law states that persons with disabilities have equal rights and that the government should make possible their full participation. The government has to provide free education and integrate children with disabilities into mainstream schools. This law also states that all public spaces including buildings, school, etc. should be accessible and provided with ramps. അപ്പോൾ ഇവിടെ ഒരു ലോയെ കുറിച്ചാണ് പറയുന്നത്. അത് ഡിസബിലിറ്റീസ് ആക്ട് ഇൻ 1995. ഓക്കെ, അത് ഗവൺമെൻറ് ഡിസബിലിറ്റീസ് ആക്ട് 1995 പാസ് ചെയ്തിരുന്നു. ഈ ആക്ട് പ്രകാരം പറയുന്നത് എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഈക്വൽ റൈറ്റ്സ് ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെയും ഒരു എല്ലാ എബിലിറ്റീസ് ഉള്ള ആൾക്കാരും ഈ ഡിസേബിൾഡ് ആയ ആൾക്കാരും ഒരേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ആ കുട്ടികളെ കൂടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അതേപോലെ തന്നെ എല്ലാ പബ്ലിക് സ്പേസിലും അവർക്കും കൂടെ ഉള്ള ആക്സസിബിലിറ്റി കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ബിൽഡിങ്സ് ആ രീതിയിൽ പണിയുക, സ്കൂൾസ് അതുപോലെ പണിയുക, അങ്ങനെയൊക്കെയുള്ള, അതായത് റാംസ് ഒക്കെ വെച്ച്, സ്റ്റേഴ്സിന് പകരം റാംസ് വെച്ച് പണിയുക. അപ്പം ഈ കുട്ടികൾക്കും കൂടെ സ്കൂളിലും മറ്റു ബിൽഡിങ്സിലും ഒക്കെ വരാൻ പറ്റും. ഓക്കെ, അതാണ് ഡിസബിലിറ്റീസ് ആക്ട് 1995 കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Look at the photograph and think about the boy who is being carried with the stair. Do you think that the law stated above is being implemented in this regard? What needs to be done to make the building accessible? അപ്പോൾ നമ്മൾ ഈ ലോ പഠിച്ച പ്രകാരം, ഡിസബിലിറ്റീസ് ആക്ട് 1995, അത് പ്രകാരം ഈ തന്നിരിക്കുന്ന ഫോട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫിൽ കാണുന്ന പോലെ ആ കുട്ടീനെ അവിടെ കുറച്ച് സെക്യൂരിറ്റീസ് ചേർന്ന് വീൽ ചെയറോട് കൂടി എടുത്തുകൊണ്ട് വരികയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം അത് ആ ലോ ശരിക്കും അവിടെ ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ടോ, ആ ബിൽഡിംഗ് ശരിക്കും ആ കുട്ടിക്ക് അക്സസിബിൾ ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻസർ: It is evident that the boy in the photograph is disabled. As per the Disabilities Act 1995, the building should have been accessible to him. But the law is not being enforced here. അപ്പം Disabilities Act 1995 പ്രകാരം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ബിൽഡിങ്ങിലോട്ട് ആക്സസിബിൾ ആണ്. ഓക്കെ, അവർക്കും ആക്സസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന പോലെ തന്നെ അവിടെ റാംസ് ഒന്നുമില്ല. ആ ലോയിൽ പറയുന്നുണ്ട് ബിൽഡിങ്സും അതുപോലെ വേണം പണിയാൻ വേണ്ടിയിട്ട്, ഈ ആൾക്കാർക്കും കൂടെ ആക്സസിബിൾ ആവുന്നുള്ള രീതിയിൽ വേണം ബിൽഡിങ്സ് പണിയാൻ പറഞ്ഞിരുന്നു, അല്ലേ? സ്റ്റേഴ്സിന് പകരം റാംസ് ഒക്കെ ഉണ്ടാക്കി. പക്ഷേ ഇവിടെ അങ്ങനെ റാംസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ സെക്യൂരിറ്റീസ് വീൽ ചെയറോട് കൂടി ആ കുട്ടീനെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു റെമഡി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. സ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ റാംസ് കൂടെ ഫിക്സ് ചെയ്യുക. അപ്പം ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, അല്ലേ? അപ്പോൾ അതാണ് നമ്മളോടൊരു സജഷൻ ചോദിച്ചിരിക്കുകയാണ്, ഈ ബിൽഡിംഗ് ആക്സസിബിൾ ആണോ അല്ല. അപ്പോൾ അതിന് നമുക്കൊരു റെമഡി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് റാംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഡിസബിലിറ്റീസ് ആക്ട് 1995 എന്താണെന്നും അതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ ഒക്കെ ഒന്ന് പഠിക്കുക. അത് ഒരു ക്വസ്റ്റ്യനായിട്ട് വേണേ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതും പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഫോട്ടോഗ്രാഫ് പ്രകാരം നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതും, അതുപോലെ തന്നെ അതിനൊരു റെമഡി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് വേണ്ടിയവർ കുഞ്ഞീസ് ക്ലാസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനിയും എക്സാം ടോപ്പേഴ്സിൻ്റെ മറ്റു വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.